വിശുദ്ധ കുമ്പസാരം എന്ന ധ്യാന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. ഈ ധ്യാന വിഷയത്തിൻ്റെ ഒന്നാം ഭാഗത്ത് കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വിശുദ്ധ കുമ്പസാരത്തിലേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ഒന്നാമത്തെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ധ്യാനിച്ചത്. എന്തായിരുന്നു അത്? ഞാൻ പാപിയാണ്, എന്നിൽ പാപമുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ഒരു വിശ്വാസിക്കുണ്ടാകുന്നത് എപ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എപ്പോഴാണോ അവൻ ദൈവിക സാമീപ്യം അനുഭവിക്കുന്നത്, അഥവാ എപ്പോഴൊക്കെയാണോ ദൈവത്തോട് ചേർന്ന് അവൻ ചരിക്കുന്നത്, അപ്പോഴൊക്കെ തന്നിൽ അശുദ്ധിയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവൻ വരും. ഈ ഒരു ധ്യാന ചിന്തയോട് നാം ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ദൈവിക സാമീപ്യം ഉപേക്ഷിക്കുമ്പോൾ ഈ പാപബോധം നഷ്ടമായി നാം ചെറു തിന്മകളിൽ നിന്ന് വലിയ തിന്മകളിലേക്ക് വീഴുകയാണ്. ദൈവിക സാമീപ്യം ഒരു മനുഷ്യൻ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ പിന്നെ അവൻ തൻ്റെ പാപങ്ങളെക്കുറിച്ച് ന്യായീകരണം നടത്താൻ ശ്രദ്ധിക്കും. ദൈവിക സാമീപ്യം ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ തൻ്റെ പാപങ്ങളെ സംബന്ധിച്ച് ന്യായീകരണം നടത്താൻ തുടങ്ങും. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമാണ്. അവിടെ നമ്മൾ ആദത്തെയും ഹവ്വായെയും കാണുന്നുണ്ട്. ദൈവമായ കർത്താവ് അരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആദ്യ മനുഷ്യനോട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ആദം, നിന്നോട് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ഫലം നീ എന്തുകൊണ്ട് ഭക്ഷിച്ചു? അപ്പോൾ ആദം എന്താ ഉത്തരം പറയുന്നത്? നീ എനിക്ക് കൂട്ടിനായിട്ട് തന്ന സ്ത്രീയാണ് എന്നെ ഈ വഴിക്ക് നയിച്ചത് എന്ന് പറഞ്ഞാൽ തൻ്റെ തെറ്റിന് ന്യായീകരണം അവൻ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അതിന് കാരണം മറ്റൊരാളാണെന്ന് പറയുന്നു. ഉടനെ ദൈവമായ കർത്താവ് എന്താ ചെയ്തത്? ഹവ്വയോട് ചോദിച്ചു, ഹവ്വ, നീ എന്താ ചെയ്തത്? അപ്പോൾ ഹവ്വ എന്താ ഉത്തരം പറഞ്ഞത്? സർപ്പം എന്നെ ചതിച്ചു. ഇന്ന് പാപത്തെ സംബന്ധിച്ച് നമ്മോട് ചോദിക്കുമ്പോൾ നമ്മളും ഇത്തരത്തിൽ ന്യായീകരണം നിരത്താൻ സാധ്യതയുണ്ട്. നമ്മൾ എന്നാ ചോദിക്കും? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? അല്ല, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാത്തതായിട്ട് ആരുണ്ട്? സത്യം പറയാം, എൻ്റെ പ്രായത്തിലുള്ള പലരെക്കാളും മെച്ചമാണ് ഞാൻ. ഇനിയും കുറവുണ്ടെന്ന് അംഗീകരിക്കേണ്ടി വന്നാൽ പോലും എന്നാ പറയും? ഇതൊന്നും എൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല, ഇന്നത്തെ സമൂഹത്തിൻ്റെ കുഴപ്പമാണ്, ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിൻ്റെ കുഴപ്പമാണ്, എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും കുഴപ്പമാണ്. നോക്കിക്കേ, ഈ കുറ്റാരോപണം നടത്തും. എപ്പോഴാ? ദൈവിക സാമീപ്യം നഷ്ടമാകുമ്പോൾ. ഞാൻ പറയും, ഈ ദൈവിക സാമീപ്യം നഷ്ടപ്പെടുമ്പോൾ ഒരുവനിൽ നഷ്ടമാകുന്ന പാപബോധം ആധ്യാത്മികമായ എയ്ഡ്സാണ്. നിങ്ങൾക്കറിയാം എയ്ഡ്സ് എന്താണെന്ന്? അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. രോഗപ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി മനുഷ്യ ശരീരത്തിന് നഷ്ടമാകുന്ന അവസ്ഥ. ഇത് അപകടകരമാണ്. ഈ ഒരു അവസ്ഥയിൽ ഏത് രോഗാണുവും ഇയാൾക്ക് മരണകാരണമായി തീരാം. ഇതുപോലെ തന്നെയാണ് പാപബോധമില്ലാത്ത ഒരു മനുഷ്യൻ ഒരു ചെറു തിന്മയിലേക്ക് വീണാൽ മതി, അതവനെ നാശകരമായ വലിയ തിന്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഉണങ്ങിയ ചപ്പുചവറ് കൂനയ്ക്ക് തീ പിടിക്കുന്നത് പോലെ ഒരറ്റത്ത് തീ പിടിച്ചാൽ മതി, പെട്ടെന്നിത് ആളിക്കത്തും. നിങ്ങളുടെ ഉള്ളിൽ ദൈവിക സാമീപ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അത്തരത്തിൽ ഈ പാപബോധത്തിൽ നിന്ന് നിങ്ങൾ അകന്നവരാണെങ്കിൽ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ചെറുതിന്മകളിൽ നിന്ന് നാശകരമായ
മ്ലേച്ഛമായ വലിയ തിന്മകളിലേക്ക് നിങ്ങൾ അധപ്പതിച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ മൂടി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മോട് തന്നെ ചോദിക്കാം, ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഞാൻ ഈ ദൈവിക സാമീപ്യം അനുഭവിച്ച് പാപബോധത്തിലുള്ള വ്യക്തിയാണോ? ഇന്നത്തെ മനുഷ്യന് പാപമുണ്ട്, പാപബോധമില്ല, അതാ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായും വ്യക്തിപരമായും നമ്മോട് തന്നെ ചോദിക്കാം, ദൈവിക സാമീപ്യം അനുഭവിച്ച് എൻ്റെ പാപത്തെക്കുറിച്ചുള്ള ഗൗരവമായ വിചാരത്തോടെ പാപം ഉപേക്ഷിക്കാനുള്ള സന്നദ്ധതയോടെ ആയിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിക്കാം. പ്രാർത്ഥനാപൂർവം ഈ വചനം ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിക്കുന്നതിന്, നവീകരിക്കുന്നതിന് ശ്രദ്ധിക്കാം. നമുക്ക് ദൈവത്തെ ഏറ്റുപറയാം. നമ്മുടെ രണ്ട് കരങ്ങളും ഉയർത്തി തമ്പുരാൻ്റെ സാന്നിധ്യം കൃപ പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ച് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കരങ്ങൾ താഴ്ത്തി നമുക്ക് വീണ്ടും ധ്യാനത്തിൽ ശ്രദ്ധിക്കാം. വിശുദ്ധ കുംഭസാരത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒന്നാമത്തെ കാഴ്ചപ്പാടാണ് നമ്മൾ പങ്കുവച്ചത്. ഞാൻ പാപിയാണ്, എന്നിൽ പാപമുണ്ട്. നമുക്കത് ഏറ്റുപറയാം ഒരു പ്രാർത്ഥന പോലെ. എന്താണത്? ഞാൻ പാപിയാണ്, എന്നിൽ പാപമുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കാനും കഴിയണം. ദൈവമേ, നിരന്തരം ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുവോളം നിന്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് എന്നിൽ പാപമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ വളരാൻ എന്നെ സഹായിക്കണം. ഇനി നമ്മുടെ ഉള്ളിൽ ഈ കൂദാശയോട് ബന്ധപ്പെട്ട് ഉളവാകേണ്ട ബോധ്യത്തിന് ആധാരമായ അടുത്ത ചിന്തയിലേക്ക് വരാം. അതും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായിട്ടാണ് നമ്മൾ പങ്കുവയ്ക്കാൻ ശ്രദ്ധിക്കുന്നത്. ആ ചിന്ത മറ്റൊന്നുമല്ല, ദൈവം സ്നേഹമാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി ഞാൻ പാപിയാണെന്ന്, പക്ഷേ എൻ്റെ ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? നിന്റെ പാപങ്ങളെ സംബന്ധിച്ച് നിന്റെ മേൽ ശിക്ഷ വിധിക്കാൻ, നിനക്കെതിരെ കുറ്റം വിധിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു ദൈവമല്ല നിൻ്റേത്. പിന്നെയോ, നിന്നിൽ പാപമുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നീ പശ്ചാത്താപത്തോടെ വന്നു കഴിയുമ്പോൾ ആ പാപം നിന്നോട് ക്ഷമിക്കാനും തന്നിലേക്ക് തന്നെ നിന്നെ സ്വീകരിക്കാനും തൻ്റെ കൃപകൾ നിന്നിൽ സമൃദ്ധമായും വർഷിക്കാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നിൻ്റേത്. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ശിക്ഷിക്കാനായി കാത്തിരിക്കുന്നവനല്ല, പിന്നെയോ എന്നെ രക്ഷിക്കാനായി നോക്കിയിരിക്കുന്നവനാ. ദൈവം എൻ്റെ രക്ഷകനാണ്. ഈശോ എൻ്റെ രക്ഷകനാണ്. ഞാനിത് പറയുമ്പോൾ യുവജനങ്ങൾക്കും മറ്റും പാപത്തോടും പാപം ഉപേക്ഷിക്കുന്നതിനോടും ബന്ധപ്പെട്ട് ഉള്ള ഒരു തെറ്റിദ്ധാരണ പങ്കുവയ്ക്കാം. പലരും ചിന്തിക്കുന്നത് ഈ പാപമൊക്കെ ഉപേക്ഷിക്കേണ്ടത് ദൈവം ശിക്ഷിക്കുമല്ലോ എന്നുള്ള ഭയം കൊണ്ടാകണമെന്നാണ്. അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതല്ല. ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ എന്നുള്ള ഭയം കൊണ്ടല്ല എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ ഞാൻ ഉപേക്ഷിക്കേണ്ടത്. പിന്നെയോ എൻ്റെ ദൈവത്തോട് എനിക്കുള്ള, പറയൂ, സ്നേഹം കൊണ്ടാവണം. ദൈവത്തെ ഞാൻ സ്നേഹിക്കാൻ കാരണം എന്നാ? യോഹന്നാൻ സ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചു ഞാൻ ജനിക്കും മുമ്പേ. അതാണ് ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ, അരുതുകൾ, തിന്മകൾ ഞാൻ ഉപേക്ഷിക്കേണ്ടത് ദൈവം എന്നെ ശിക്ഷിക്കുമെന്നുള്ള ഭയം കൊണ്ടാവരുത്. പിന്നെയോ എൻ്റെ ദൈവത്തോട് എനിക്കുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാനിതിന് ഉദാഹരണം പറയാം. ഒരു മകനോ മകളോ പപ്പയോ മമ്മിയോ ശിക്ഷിക്കുമെന്നുള്ള ഭയം കൊണ്ട് പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമില്ലാത്ത അരുതാത്ത പ്രവൃത്തി ഉപേക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക.
ഇതാണ് ഈ മകൻ്റെയും മകളുടെയും വിചാരമെങ്കിൽ പപ്പയുടെയും മമ്മിയുടെയും ശാരീരിക സാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ, അവർ മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ സാന്നിധ്യം ഇല്ലാത്ത വിദേശത്ത് ഈ മോനും മോളും പോയി കഴിയുമ്പോൾ ആ തെറ്റ് ചെയ്യുകയല്ലേ? അതേസമയം പപ്പയോടും മമ്മിയോടുള്ള സ്നേഹമാണ് ഈ തിന്മ ഉപേക്ഷിക്കാൻ, പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമില്ലാത്തത് ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഈ പപ്പയും മമ്മിയും മരിച്ചു പോയാൽ അവരത് ചെയ്യുമോ? പപ്പയുടെയും മമ്മിയുടെയും സാന്നിധ്യം ഇല്ലാത്ത പുറത്തേക്ക് പഠിക്കാൻ പോയാൽ അത് ചെയ്യുമോ? കാരണം എന്നാ? ചെയ്യാത്തതിന് കാരണം എന്നാ? അപ്പോഴും പപ്പയോടും മമ്മിയോടുള്ള സ്നേഹം ആ മക്കളുടെ ഉള്ളിൽ ഉണ്ട്. ഇത് പ്രധാനപ്പെട്ടതാണ് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ. ദൈവത്തിന് ചേരാത്ത തിന്മകൾ നാം വെറുത്തുപേക്ഷിക്കേണ്ടത് ദൈവം എന്നെ ശിക്ഷിക്കുമെന്നുള്ള പേടി കൊണ്ട്, ഭയം കൊണ്ടാവരുത്. പിന്നെയോ എൻ്റെ ദൈവത്തോട് എനിക്കുള്ള സ്നേഹം കൊണ്ടാവണം. അപ്പോൾ ദൈവം സ്നേഹമാണ്. ഇതാണ് പാപം ഏറ്റുപറയാനും പാപം ഉപേക്ഷിക്കാനും ഈ അനുരഞ്ജന കൂദാശ ഫലപ്രദമായി സ്വീകരിക്കാനും നമുക്ക് പ്രേരണയാവേണ്ടത്. ദൈവം സ്നേഹമാണ് എന്ന് ബൈബിളിൽ തിരുവചനം മുഴുവൻ പഠിപ്പിക്കുന്നുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം സ്നേഹമാണ് എന്നതാണ്. ഇത് നല്ല ഭാഷയിൽ അവതരിപ്പിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലാണ്. നിങ്ങൾക്ക് ആ വചനഭാഗവും ആ ഉപമയും അറിയാം. ധൂർത്തപുത്രൻ്റെ ഉപമയാണത്. ആ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമുക്കറിയാം, സാധാരണ ഒരപ്പനും മകനുമായിട്ടുള്ള ബന്ധമല്ല അവതരിപ്പിക്കുന്നത്. അതിനപ്പുറത്ത് സ്വർഗസ്ഥനായ ദൈവവും മക്കളായ നാമും തമ്മിലുള്ള ബന്ധമാണ് അവതരിപ്പിക്കുന്നത്. അവിടെ ഈ സ്വർഗസ്ഥനായ ദൈവം, മക്കളായ നാം നമ്മുടെ പാപങ്ങളെ സംബന്ധിച്ച് പശ്ചാത്തപിച്ച് ചെല്ലുമ്പോൾ അനുഗ്രഹത്തിൻ്റെ മഴ ചൊരിയും, മഴ പെയ്യിക്കും എന്ന് വ്യക്തമാക്കുകയാണ്. ഈ ഉപമയിലെ 2-ാം ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയമായി നമ്മളിപ്പോൾ വായിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള വചനഭാഗമാണെങ്കിൽ തന്നെയും ഇത് ശ്രദ്ധിക്കണം. കാരണം വചനം കേൾക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ അരൂപിയുടെ നിറവ് നമ്മിലുണ്ടാവും. നാം എന്താണോ ആ വചനത്തോട് ചേർന്ന് ചെയ്യേണ്ടത് അത് ചെയ്യാൻ തക്കവിധം ദൈവത്തിൻ്റെ അരൂപി നമ്മെ പ്രേരിപ്പിക്കും, നമ്മെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം വേണം എപ്പോഴും വചനം കേൾക്കാൻ. ഇപ്പോഴും അങ്ങനെ തന്നെ നമുക്ക് കേൾക്കാം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20 തുടങ്ങിയ വാക്യങ്ങൾ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈ വചനഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കൊന്നുകൂടെ ഓരോ വാക്കിലൂടെയും ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കാം. ആ ഓരോ വാക്കിലും ഒളിഞ്ഞു കിടക്കുന്ന പിതൃസഹജമായ ദൈവസ്നേഹം നമുക്ക് കണ്ടെത്തുന്നതിന് ശ്രദ്ധിക്കാം. നമ്മൾ തുടങ്ങിയത് 20-ാമത്തെ വാക്യത്തിലാണ്. അവിടെ എന്താ നമ്മൾ വായിച്ചു കേട്ടത്? അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇതെന്താ സൂചിപ്പിക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹം എനിക്കും നിങ്ങൾക്കും മക്കളെന്ന തലത്തിൽ അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവസ്നേഹത്തിൻ്റെ തലത്തിലേക്ക് ഒരു തീരുമാനം, ഒരു നീക്കം, ഒരു എഴുന്നേൽപ്പുണ്ടാകണമെന്നാണ്. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ എന്തിൽ നിന്നായിരിക്കാം എഴുന്നേറ്റത്? അവൻ തൻ്റെ പാപത്തിൽ നിന്നും, പാപബന്ധങ്ങളിൽ നിന്നും, പാപ സാഹചര്യങ്ങളിൽ നിന്നും എഴുന്നേറ്റെന്നാ. എഴുന്നേക്കാൻ അവനെ പ്രേരിപ്പിച്ചത് എന്താ? ഒരു തിരിച്ചറിവ്. തൻ്റെ അപ്പനായ ദൈവം സ്നേഹമാണെന്നുള്ള തിരിച്ചറിവ്. അവനിൽ നിന്ന് ഞാൻ അകന്നു പോയപ്പോൾ എനിക്ക് നഷ്ടങ്ങൾ ഏറെ ഉണ്ടായി എന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവിൽ നിന്നാണ് അവൻ എഴുന്നേൽക്കുന്നത്. അവൻ തൻ്റെ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും എഴുന്നേറ്റു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവമക്കളായ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ
ശരിയായ ട്രാക്കിലേക്ക് നമ്മുടെ കാലെടുത്ത് വയ്ക്കാൻ പറ്റണം. എൻ്റെ പ്രിയ കുഞ്ഞെ, നീ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത തെറ്റായ ട്രാക്കിലാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന ശരിയായ ട്രാക്കിലേക്ക് നിൻ്റെ കാലെടുത്ത് കുത്തണം. എന്ന് പറഞ്ഞാൽ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവ മക്കളുടെ തലത്തിൽ നിന്നെന്ന പോലെ ദൈവസ്നേഹത്തിലേക്കൊരു നീക്കം ഉണ്ടാണെന്നേ. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ ദൈവസ്നേഹം കിട്ടുന്നില്ല, ദൈവാനുഗ്രഹം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഈ ദൈവസ്നേഹം കിട്ടാനുള്ള വഴിയിലേക്ക് നിങ്ങളുടെ നീക്കം നിങ്ങൾ നടത്തുന്നുണ്ടോ? പ്രധാനപ്പെട്ട കാര്യമായത്. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അവൻ തൻ്റെ തെറ്റായ പാപകരമായ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റു, ഒരു നവീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് വരിക. അവൻ എഴുന്നേറ്റു. രണ്ടാമത് എന്താ ചെയ്തത്? പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ആൻ ഇനിഷ്യേറ്റീവ് ഫ്രം ദ പാർട്ട് ഓഫ് സൺ. മകൻ്റെ ഭാഗത്ത് നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ഡിറക്ഷനിലേക്ക് ഒരു നീക്കം ഉണ്ടാകുക. നിങ്ങളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവരാ. ചിലപ്പോൾ നിങ്ങൾ പരാതിപ്പെടുന്ന കാര്യമുണ്ട്. എന്താ? റേഞ്ചില്ല. ദൈവസ്നേഹത്തിൻ്റെ റേഞ്ചിലായിരിക്കണം നിങ്ങളുടെ ജീവിതം. ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന റേഞ്ചിലല്ല എങ്കിൽ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ മകൻ ചെയ്തത് എന്താ? ദൈവസ്നേഹത്തിൻ്റെ റേഞ്ചിലേക്ക് അവൻ കടന്നു വരികയാ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവനുണ്ടായ മാറ്റം നോക്കിയേ. ദൈവസ്നേഹം അനുഭവിക്കുന്ന തലത്തിലുണ്ടാവുന്ന മാറ്റമാ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. നമുക്കറിയാം, നമുക്ക് സ്നേഹമുള്ളവർ, നമ്മോട് സ്നേഹമുള്ളവർ നമ്മെ കാണാതെ പോയാൽ നമുക്ക് വലിയ വിഷമമാണ്, അല്ലേ? ചിലപ്പോൾ ഒരു കല്യാണത്തിന് നമ്മൾ പോയതായിരിക്കാം, നമ്മുടെ കുടുംബക്കാരനായിരിക്കാം, അല്ലേ നമ്മൾ പണ്ട് പരിചയമുള്ള ആളായിരിക്കാം. അയാൾ നമ്മളെ കണ്ടില്ലെന്ന് നടിച്ചാൽ നമുക്ക് വലിയ വിഷമമാണ്. കാരണം എന്താ? നമ്മളോട് കരുതലും സ്നേഹവും ഇല്ല. കരുതലും സ്നേഹമുള്ള ആൾ എന്ത് ചെയ്യും? നമ്മെ കണ്ടെന്ന് നടിക്കും, ഇല്ലേ? നമ്മുടെ അടുത്തേക്ക് വന്ന് വിശേഷം ചോദിക്കും. ദാ ഇവിടെ ഈ മകൻ അപ്പൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ അപ്പൻ്റെ ഭാഗത്ത് നിന്ന് സ്നേഹത്തിൻ്റെ ആദ്യ പ്രതികരണം ഉണ്ടാകുന്നു. എന്താ പ്രതികരണം? ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. വേണമെങ്കിൽ അപ്പന് കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു. കാരണം ഈ ചെറുക്കൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളേ ഉള്ളൂ ഇവൻ്റെ ജീവിതത്തിൽ. അതുപോലെ നമ്മുടെ കയ്യിലിരിപ്പ് മൂലം ഉണ്ടായ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അപ്പോഴും തെറ്റിപ്പോയി എന്നുള്ള വിചാരത്തോടെ ഈ ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ നമ്മെ കണ്ടില്ലെന്ന് അവൻ നടിക്കില്ല. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു എന്ന് പറഞ്ഞാൽ തമ്പുരാൻ്റെ കണ്ണ് അവൻ്റെ മേൽ പതിച്ചെന്ന. കുടുംബജീവിതം നയിക്കുന്ന ചില അമ്മമാരും അപ്പന്മാരും ഒക്കെ പരാതി പറയാറുണ്ട്. എന്താ പരാതി? തമ്പുരാൻ ഞങ്ങളിൽ നിന്ന് കണ്ണ് പിൻവലിച്ചു. കണ്ണ് പിൻവലിച്ചതല്ല, തമ്പുരാൻ്റെ കണ്ണ് എത്താൻ പരുവത്തിലല്ല നീ ഇപ്പോ നിൽക്കുന്നത്. ആ റേഞ്ചിലേക്ക് വരണമെന്നാ. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. നിങ്ങളൊക്കെ കൗമാരപ്രായത്തിലൂടെ കടന്ന യൗവനത്തിലേക്കൊക്കെ പ്രവേശിച്ചപ്പോൾ പലരുടെയും കണ്ണുകൾ നമ്മുടെ മേൽ പതിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടല്ലേ? ഇന്നയാളിൻ്റെ കണ്ണ് എൻ്റെ മേലൊന്ന് പതിച്ചിരുന്നെങ്കിൽ. പക്ഷെ അവരുടെ ഒന്നും കണ്ണ് നമ്മുടെ മേൽ പതിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മേൽ പതിക്കേണ്ട കണ്ണ് ആരുടെ കണ്ണാ? ദൈവത്തിൻ്റെ കണ്ണ്. ദൈവത്തിൻ്റെ കണ്ണ് പതിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ആയിരിക്കുന്ന പാപാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവസ്നേഹത്തിൻ്റെ ഡിറക്ഷനിലേക്ക് നിനക്ക് നീങ്ങാൻ പറ്റണം. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. സ്നേഹത്തിൻ്റെ കണ്ണ് ദൈവം ആ മകൻ്റെ മേൽ തുറന്നെന്ന. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. ഇനി നോക്കി അടുത്ത വാക്യം. ആ അടുത്ത വാക്യത്തിൽ 4 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. സ്നേഹത്തിൻ്റെതായ പ്രതികരണം നൽകുന്ന 4 വാക്കുകൾ അവിടെയുണ്ട്. 1, അവൻ മനസ്സലിഞ്ഞു. 2, ഓടിച്ചെന്നു. 3, കെട്ടിപ്പിടിച്ചു. 4, ചുംബിച്ചു. നമുക്കറിയാം,
ഇതെല്ലാം മാനുഷിക സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള വഴികൾ തന്നെയാണ്. ഒന്നാമത്തെ വാക്കിലേക്ക് നമുക്ക് പോകാം. അവൻ മനസ്സലിഞ്ഞു. മനസ്സലിയുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആരോട് ഈ വികാരം തോന്നുന്നോ ഒരാൾക്ക്, ആ ആളോട് താതാത്മ്യപ്പെടുക എന്ന അതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് ഒരപ്പൻ മകനെ ശിക്ഷിക്കാൻ വേണ്ടി വടിയെടുത്ത് നിൽക്കുകയെന്ന് വിചാരിക്കുക. ഇവനെ അടിക്കാനായിട്ട് അപ്പൻ അടുത്ത് ചെല്ലുമ്പോൾ അവൻ വെപ്രാളപ്പെടുന്നു, അവൻ്റെ കണ്ണ് നിറയുന്നു, അസ്വസ്ഥതയുണ്ടാകുന്നു. ഇത് കണ്ടു കഴിയുമ്പോൾ അപ്പന് വല്ലായ്മ തോന്നും. അപ്പൻ എന്നാ ചെയ്യും? വടി ദൂരത്തെറിയും. എന്നിട്ട് മകനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നാ ചോദിക്കും? എടാ മോനെ, ഇത് പപ്പ അല്ലടാ, നീ എന്നതിനെ വിഷമിക്കുന്നത്? ഇത്തരത്തിൽ ഈ അപ്പന് മകനോട് ഇങ്ങനെ പെരുമാറാൻ പ്രേരകമായ കാര്യം എന്താ? മനസ്സലിവ്. തൻ്റെ മകനോട് അപ്പന് എന്തു തോന്നി? മനസ്സലിവ് തോന്നി. എന്ന് പറഞ്ഞാൽ അവൻ്റെ പക്ഷത്തേക്ക് ചേർന്നെന്നാ. അവൻ്റെ പക്ഷത്തേക്ക് ചേർന്നെന്നാ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്, ദൈവം എൻ്റെ പക്ഷത്താണെങ്കിൽ ഞാൻ ആരെ പേടിക്കണം? ദൈവം എൻ്റെ പക്ഷത്താണെങ്കിൽ ഞാൻ ആരെ പേടിക്കണം? ദാ ഈ ധൂർത്തനായ പുത്രൻ എല്ലാം നഷ്ടപ്പെടുത്തി വന്നപ്പോ ഈ അപ്പൻ അവൻ്റെ പക്ഷം ചേർന്നെന്നാ. നിന്റെ പക്ഷത്ത് ഇപ്പൊ ആരുമില്ല എന്ന് നീ വിചാരിക്കുമ്പോഴും ഓർത്തോണം, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നിന്റെ പക്ഷത്ത് ഉണ്ട്. നീ തെറ്റ് ചെയ്തു എന്ന് വന്നാൽ പോലും നിന്റെ തെറ്റിനെ സംബന്ധിച്ച് അവൻ നിന്നെ വെറുത്തുപേക്ഷിക്കാതെ അവൻ നിന്റെ പക്ഷം ചേരും. ഇതാ ഇതിൻ്റെ അർത്ഥം. അവൻ മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ മകൻ്റെ പക്ഷം ചേർന്നെന്ന, പാപത്തെ സംബന്ധിച്ച് പശ്ചാത്തപിച്ച് ദൈവസ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ നമ്മുടെ കൂടെ ആരുമില്ലെങ്കിൽ പോലും തമ്പുരാൻ നമ്മുടെ പക്ഷം ചേരും. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാ ദാനങ്ങളുടെയും ഇരിപ്പിടമായ ദൈവം നമ്മുടെ പക്ഷത്ത് ചേർന്നാൽ പിന്നെ നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? ഇന്നത്തെ ലോകത്തിൻ്റെ കുഴപ്പം എന്നാ? സൃഷ്ടികളെ മുഴുവൻ പക്ഷത്ത് ചേർക്കാൻ ശ്രദ്ധിക്കും, പക്ഷെ സ്രഷ്ടാവിനെ വിട്ടുകളയും. നമ്മുടെ കൂടെ നമ്മുടെ പക്ഷത്ത് എപ്പോഴും നിൽക്കേണ്ടത് തമ്പുരാന്. ദാ ഈ ധൂർത്തനായ പുത്രൻ ഈ അപ്പൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ അവൻ്റെ പക്ഷം ചേരുകയാ. അതുകൊണ്ട് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൊക്കെ ആവർത്തിച്ച് തമ്പുരാൻ പറയുന്നത് പ്രവാചകരിലൂടെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ പാപി പശ്ചാത്തപിച്ച് ദൈവസ്നേഹത്തിലേക്ക് വരുമ്പോൾ ദൈവം അവൻ്റെ പക്ഷത്ത് ചേരുമെന്ന്, ദൈവസന്നിധിയിലേക്ക് പോകാൻ എന്നെ പ്രേരിപ്പിക്കേണ്ട കാര്യം അതാണ്. എൻ്റെ ദൈവം എൻ്റെ പക്ഷത്ത് ചേരാൻ ഞാൻ അവൻ്റെ പക്ഷത്തേക്ക് നീങ്ങണം. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ മനസ്സലിഞ്ഞു. അടുത്ത വാക്കെന്നാ? ഓടിച്ചെന്നു. ഈ ഓടിച്ചെന്നു എന്ന വാക്ക് എന്താ വ്യക്തമാക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം അതിവേഗതയുള്ളതാണ്. ദൈവം ഓടുന്നതായി ബൈബിളിൽ മറ്റെങ്ങും ചിത്രീകരിച്ചിട്ടില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഓടുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുള്ളൂ. എപ്പോഴാണ് ദൈവം ഓടുന്നത്? ഒരു മകൻ ഒരു മകൾ പശ്ചാത്തപിച്ച് തൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള പ്രതീക്ഷയോടെ ദൈവം ഇരിക്കുമ്പോൾ, നനച്ചിരിക്കാത്ത സമയത്ത് അവൻ മാനസാന്തരപ്പെട്ട് നവീകരിക്കപ്പെട്ട് ദൈവസ്നേഹത്തിലേക്ക് വരുമ്പോൾ തമ്പുരാൻ താൻ ഇരിക്കുന്ന സ്ഥാനം മറന്ന് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എന്താ? നീ നിന്റെ ദൈവസന്നിധിയിലേക്ക് തിരിച്ച് നടന്ന് ചെല്ലുമ്പോൾ അവൻ നിന്റെ അടുത്തേക്ക് ഓടി വരും. എന്താ വ്യക്തമാക്കുന്നത്? അത് നീ നിന്റെ ദൈവത്തോട് കാട്ടുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടി ഇരട്ടിയായ സ്നേഹം അവൻ നിന്നോട് കാണിക്കും. ദാ ഓടി വരുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ നിരന്തരം ഓടിയോടി വരുന്ന ദൈവത്തിൻ്റെ സാമീപ്യം കാണാൻ സാധിക്കണമെങ്കിൽ എൻ്റെ പ്രിയ കുഞ്ഞെ, നീയും നിന്റെ കുടുംബവും അവൻ്റെ പക്കലേക്ക് നിരന്തരം എഴുന്നേറ്റ് നടക്കണം. അവൻ ഓടിച്ചെന്നു. മൂന്നാമത്തെ വാക്കെന്നാ? കെട്ടിപ്പിടിച്ചു. നമുക്കറിയാം, സാധാരണ മനുഷ്യര് പരിചയമില്ലാത്തവരെ കെട്ടിപ്പിടിക്കാറില്ല. നമ്മൾ ആരെയാ കെട്ടിപ്പിടിക്കുന്നത്? നല്ല അടുപ്പമുള്ളവരെയാ, നല്ല സ്നേഹമുള്ളവരെയാ. ഇവിടെ ഈ അപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു.
ദൈവ മക്കളെ കെട്ടിപ്പിടിക്കുന്നു. എന്താ അത് വ്യക്തമാക്കുന്നത്? എൻ്റേതാന്ന് പറയുക. കെട്ടിപ്പിടിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആരെ കെട്ടിപ്പിടിക്കുന്നുവോ അവൻ മറ്റവനോട് പറയുക, നീ എൻ്റേതാ, നിനക്കുള്ളതല്ല എൻ്റേതാ. ഇവിടെ ഒരു കൊച്ചു പയ്യൻ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അവൻ്റെ കയ്യിൽ കുറേ ചോക്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആരെങ്കിലും അവനോട് ചോദിക്കാമെന്ന് വിചാരിക്കുക, മോനെ അങ്കിളിനും കൂടെ ഒരെണ്ണം താടാ. അവന് തരാൻ ഇഷ്ടമില്ലെങ്കിൽ അവൻ എന്നാ പറയും? ഇല്ല, ഞാൻ തരത്തില്ല, ഇത് എൻ്റേതാണ്. എന്നിട്ട് എങ്ങോട്ട് ചേർത്ത് വെക്കും? നെഞ്ചോട് ചേർത്ത് വെക്കും. അപ്പം നെഞ്ചോട് ചേർത്ത് വെക്കുന്നതിൻ്റെ അർത്ഥം എന്നാ? ഇത് എൻ്റേതാന്നാ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പാപിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവാശ്രയ ബോധത്തോടെ, പാപബോധത്തോടെ കടന്നു ചെല്ലുമ്പോൾ ആ തമ്പുരാൻ നിന്നെ, പാപിയായ നിന്നെ തൻ്റെ മാറോട് ചേർക്കുമെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയ കുഞ്ഞെ, നീയും നിനക്കുള്ളതല്ല എൻ്റേതാന്ന് ഏറ്റുപറയുക. എന്താ പാപിയായ മനുഷ്യന് സ്വന്തമായിട്ടുള്ളത്? അവൻ്റെ പാപം. അതല്ലേ കുരിശിൽ നമ്മൾ കാണുന്നത്. അവൻ എന്താ ഏറ്റെടുത്തത്? നിന്റെ പാപത്തെ ഏറ്റെടുത്തു. നിങ്ങൾക്കൊരു ഉണ്ടെന്ന് വിചാരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കട്ടെ. ആ സുഹൃത്ത് നിങ്ങൾ കടത്തിലായിരിക്കുന്ന അവസരത്തിൽ നിങ്ങളോട് പറയുകയാണെന്ന് വിചാരിക്കുക, എടാവുക നീ വിഷമിക്കേണ്ട, നിന്റെ കടം മുഴുവൻ, നിന്റെ ബാധ്യത മുഴുവൻ ഞാൻ ഏറ്റെടുക്കുക. അതിനേക്കാൾ വലിയ സ്നേഹമുണ്ടോ? ഇതാ തമ്പുരാൻ പറയുക നമ്മോട്, പാപിയായ മനുഷ്യനോട് പറയുക, നിന്റെ പാപത്തിൻ്റെ കടബാധ്യത മുഴുവൻ ഞാൻ ഏറ്റെടുക്കുക. അതാ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ അർത്ഥം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീയും നിനക്കുള്ളതല്ല എൻ്റേതാ, നീയും നിന്റെ മുറിവുകളും നിന്റെ പാപങ്ങളും ഞാൻ ഏറ്റെടുക്കുക. കെട്ടിപ്പിടിക്കുന്നതിൻ്റെ അർത്ഥം അതാ. പാപിയായ മനുഷ്യനെ ദൈവം കെട്ടിപ്പിടിക്കുന്നു, ആശ്ലേഷിക്കുന്നു. നീ മറ്റൊരു പദം കൂടെ നമ്മൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. അതെന്താ? ചുംബിച്ചു. ചുംബിക്കുമ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും സ്വീകരിക്കുക അല്ല, പിന്നെയോ അങ്ങോട്ട് എന്തോ കൊടുക്കുക. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള എളുപ്പ വഴി, ഏറ്റവും വലിയ വഴിയാണ് ചുംബനം എന്ന് പറയുന്നത്, അല്ലേ? ഭാര്യാഭർത്താക്കന്മാർ കാണിക്കുന്നത്, അമ്മയും കുഞ്ഞും കാണിക്കുന്നത്, അപ്പനും മക്കളും തമ്മിൽ കാണിക്കുന്നത്, സ്നേഹത്തിൻ്റെ ചുംബനം കൈമാറുന്നു. ചുംബിക്കുമ്പോൾ എന്താ പറയുന്നത്? ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേതാ. യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പൊസസീവിലാവും. എൻ്റേതെന്ന് പറയുന്ന സ്നേഹം, എൻ്റേത് മാത്രമെന്ന് പറയുന്ന സ്നേഹം നല്ല അർത്ഥത്തിൽ ഇവിടെ വരികയാണ്. ചുംബിച്ചു എന്ന് പറഞ്ഞാൽ ദാ ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേതാന്ന് പറയുക. പാപിയായ മനുഷ്യൻ ദൈവത്തിലേക്ക് വരുമ്പോൾ ആ തമ്പുരാൻ പറയുക, എൻ്റെ കുഞ്ഞ്, നിനക്ക് വേണ്ടത് എന്നെയും എനിക്കുള്ളതുമാ. എന്താ എനിക്കുള്ളത്? സമാധാനം, സന്തോഷം. അതല്ലേ നിനക്കില്ലാത്തത്? നിനക്കെല്ലാം കിട്ടിയല്ലോ, സൃഷ്ടിയെ മുഴുവൻ നീ സ്വന്തമാക്കിയില്ലേ, പക്ഷെ നിനക്ക് എന്തോ നഷ്ടപ്പെട്ടു? ശാന്തി, സന്തോഷം, സമാധാനം. ഉത്ഥാനം ചെയ്ത ഈശോ ആശംസിക്കുന്ന അതാ, സമാധാനം നിങ്ങളോടുകൂടെ. ഇന്നത്തെ കുടുംബത്തിനെല്ലാം വേണ്ടത് അതാ. എല്ലാവർക്കും എല്ലാം ഉണ്ട്, സമാധാനം മാത്രമില്ല. ഇതാ തമ്പുരാൻ പാപിയായ മനുഷ്യനെ ആശ്ലേഷിക്കുമ്പോൾ അവനോട് പറയുക, നിന്റെ പാപം ഏറ്റെടുത്ത സ്ഥാനത്ത് ഞാൻ നിനക്ക് സമാധാനവും സന്തോഷവും തരുകയാണ്. ഈ ചുംബനം നൽകുന്നതിൻ്റെ അർത്ഥം അതാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നാം വരുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞേ പറ്റൂ. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ തൻ്റെ സ്നേഹം നമ്മോട് പ്രകടമാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തോടെ നമുക്ക് വരുന്നതിന് ശ്രദ്ധിക്കാം. വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുമ്പസാരമെന്ന ധ്യാന വിഷയത്തിൻ്റെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ നല്ലൊരു കുമ്പസാരത്തിനുള്ള ആഗ്രഹം, തീവ്രമായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ ശിരസ് നമിക്കാം. അനുഗ്രഹസമ്പന്നനായ ദൈവമേ, കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ധൂർത്തപുത്രൻ ഞാൻ തന്നെയാണെന്ന് ഏറ്റുപറയുന്നു. ആ അപ്പൻ്റെ അടുത്തേക്ക് ആ മകൻ ചെന്നപ്പോൾ എത്ര കണ്ട് സ്നേഹത്തോടെ ആ മകനെ കണ്ട് ആശ്ലേഷിച്ച് ചുംബനം നൽകി സ്വീകരിച്ചുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ദൈവമേ, പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ നിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ നീ ഞങ്ങളെ വിട്ടുകളയുകയില്ല. സ്വന്തമെന്ന് കരുതി വലിയ സ്നേഹം പിന്നെയും നിറയ്ക്കും എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു കൃപ ആഴത്തിൽ അനുഭവിക്കാൻ
ഈ വലിയ കൃപയിലേക്ക്, കുമ്പസാരത്തിലേക്ക് ഞങ്ങൾ വരട്ടെ. അവിടുത്തെ കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. വിശുദ്ധീകരിക്കപ്പെട്ട